മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തെ നോക്കി. ഇനിയുള്ള നാളുകളും മാസങ്ങളും വർഷങ്ങളും ഞാൻ എങ്ങനെ ജീവിച്ചു തീർക്കുമെന്നോർത്ത് പിന്തിരിഞ്ഞോടാൻ പോലും ഭയപ്പെട്ട് പകച്ചു നിന്നിരുന്ന ഒരു ഞാനുണ്ടായിരുന്നു ഒരു കാലത്ത്. 28ാമത്തെ വയസ്സിൽ വിധവയാകേണ്ടി വന്നപ്പോൾ. ആകെയുള്ള സമ്പാദ്യം 1.5 വയസ്സ് മാത്രമുള്ള എൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, ഉറങ്ങാൻ പോലും ഒരിടമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ, നാളെ എൻ്റെ കുഞ്ഞിന് എന്താഹാരം ഉണ്ടാക്കി കൊടുക്കും, അവൻ്റെ വിശപ്പ് ഞാൻ എങ്ങനെ മാറ്റുമെന്നോർത്ത് ഉറങ്ങാതെ കിടന്ന ഒരുപാട് രാവുകൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. പല പരാജയങ്ങളും പല താഴ്ചകളും വീഴ്ചകളും ഒക്കെ എൻ്റെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. ദൈവം ആത്മവിശ്വാസത്തിൻ്റെ രൂപത്തിലാണ് എനിക്ക് മുന്നിൽ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഉള്ളതുകൊണ്ട് എന്താഹാരം ഉണ്ടാക്കി കൊടുത്താലും നമ്മുടെ ആൻസുകുട്ടന് അതൊക്കെ രുചികരമായ ഭക്ഷണം തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ചില്ലുകൂട്ടിലിരുന്ന് കൊതിപ്പിക്കുന്ന പല പലഹാരങ്ങളെയും നോക്കി ഒരിക്കലും ആൻസുകുട്ടൻ കൊതിയോടെ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതം പോയേ എന്ന് പറഞ്ഞ് കരയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരിക്കലും എങ്ങും പോയിട്ടില്ല. അത് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അതെങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്കതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും, തീർച്ച.